നമസ്കാരം. നമ്മളിൽ പലരുടെയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന ഒരു വലിയ ദുർബോധം ഏതാണെന്നറിയാമോ? എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എത്രയൊക്കെ പഠിച്ചിട്ടും ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അത്തരത്തിൽ എന്തൊക്കെ പരിശീലിച്ചിട്ടും എത്രയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും ഉദ്ദേശിച്ച ഫലം കിട്ടാതെ മുന്നോട്ടുള്ള കുതിപ്പിന്, വിജയത്തിലേക്കുള്ള കുതിപ്പിന് ഒരുങ്ങുമ്പോൾ എന്തോ ഒന്ന് അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പിറകോട്ട് പിടിച്ചു വലിക്കുന്നു. അതുമല്ലെങ്കിൽ ഏതോ ഒരു ലോക്ക് എവിടെയോ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് തോന്നാറില്ലേ? അങ്ങനെ നമ്മളുടെ നേട്ടങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എല്ലാറ്റിനും വിഘാതമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാഥമികവുമായ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, നമ്മൾ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നതിന് പകരം ഭൂതകാലത്തിൽ നമ്മൾ ഇപ്പോഴും അഭിരമിക്കുകയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭൂതകാലത്തിലെ മോശം അനുഭവങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ മോശം കാലങ്ങളെ മറികടന്നാലല്ലേ നമ്മൾക്ക് പുതിയ കാലത്തിലേക്ക് ചിറക് വിരിച്ച് പറക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനു പകരം നമ്മളുടെ ചിറകുകൾ കഴിഞ്ഞ കാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി സാധിക്കും? ശരിയല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്കാണ് അമേരിക്കൻ സൈക്കോളജിസ്റ്റും പ്രശസ്ത എഴുത്തുകാരനുമായ നൈക്ക് ട്രെൻഡൻ എഴുതിയ ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന ബുക്ക്. അതിൽ എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ ചിലതിനെയൊക്കെ വിട്ടുകളയുക എന്ന കല നമ്മൾ അഭ്യസിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപകാരവുമില്ലാത്ത പലതിനെയും പേറിയാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇനിയൊന്നും എഴുതാൻ സ്ഥലം ബാക്കിയില്ലാത്ത ഒരു ബുക്കും മുറുകെ പിടിച്ചാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആ ബുക്ക് തീർന്നു പോയതാണെന്നും അതിലിനി ഒന്നും എഴുതാൻ കഴിയില്ല എന്നും എഴുതാൻ സ്ഥലം ബാക്കി വെച്ചിട്ടില്ല എന്നും മനസ്സിലാക്കി ആ ബുക്കിനെ വിട്ടുകളഞ്ഞ് അഥവാ അതിനെ മാറ്റിവെച്ച് പകരം പുതിയൊരു ബുക്ക് വാങ്ങി, ഒരു നല്ല പെന്നും വാങ്ങി പുതിയ കാര്യങ്ങൾ എഴുതി തുടങ്ങുകയല്ലേ വേണ്ടത്? അതല്ലേ ശരിക്കും യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്? അതല്ലേ യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യുന്നത്? അവിടെയാണ് ജീവിതത്തിൽ വിട്ടുകളയൽ എന്ന കലയുടെ പ്രസക്തി വരുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ എത്ര ശക്തമായിട്ടാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഉള്ളിലെ മനസമാധാനവും ആശ്വാസവും കാർന്നു തിന്നുന്നത്, നമ്മളുടെ മുഖത്തെ പുഞ്ചിരിയെ മെല്ലെ മെല്ലെ മായിച്ചു കളയുന്നതും എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, ഇതൊക്കെ വിട്ടുകളഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോവില്ലേ, ഒറ്റയ്ക്കായി പോവുകയില്ലേ എന്നൊക്കെ. പക്ഷേ സത്യം മറ്റൊന്നാണ്. നമ്മൾ എന്തിനെയാണോ മുറുകെ പിടിച്ചിരിക്കുന്നത്, വിട്ടുകളയാൻ മടിച്ചിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ് ഉള്ളിൽ നിന്ന് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ചിലർക്കെങ്കിലും തോന്നിയേക്കാം വിട്ടുകളയുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നത് ഒരുതരം തോൽവിയല്ലേ, ദൗർബല്യമല്ലേ എന്നൊക്കെ. എന്നാൽ നിക് ട്രെൻഡൻ പറയുന്നത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരുതരം ക്വാളിറ്റിയാണ്, നമ്മളുടെ മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഇന്ധനമാണ്. മാത്രമല്ല അതൊരു തരം കലയുമാണ് എന്നാണ് പറയുന്നത്. അതിനെയാണ് ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. പുറമെ പുഞ്ചിരിയോടെ ഇരിക്കുമ്പോഴും എല്ലാം തികഞ്ഞവരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു പഴയ മുറിവ് അല്ലെങ്കിൽ ഒരുപാട് മുറിവുകൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നൈക്ക് ട്രെൻഡൻ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നു. നമ്മൾക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ആദ്യം ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം പഴയ ഓർമ്മകളുടെ ചങ്ങലകളിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം പുതിയ അനുഭവങ്ങൾക്കായി നമ്മൾക്ക് നമ്മളുടെ വാതിലുകൾ തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ
പഴയ ആ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. ചിലപ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വളവിൽ നമ്മൾ തമ്പിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാം അല്ലെങ്കിൽ എല്ലാവരും മുന്നിലേക്ക് പോയി കഴിഞ്ഞിട്ടും നമ്മൾ മാത്രം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വളവ്. മുന്നോട്ട് ധാരാളം വഴികളുണ്ട്, പക്ഷേ നമ്മളുടെ കാലുകൾ മരവിച്ചിരിക്കുന്നു, നമ്മളുടെ കൈകൾ തുറന്നാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മൾക്ക് ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല. നമ്മളുടെ ഹൃദയം കൃത്യമായി മിടിക്കുന്നുണ്ട്, പക്ഷേ ആ ഓരോ മിടിപ്പിലും കഴിഞ്ഞുപോയ ഏതോ വേദന ഉടക്കി നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു പെൺകുട്ടി എന്നോട് പങ്കുവെച്ച അനുഭവവും മറ്റൊന്നായിരുന്നില്ല. തീരെ പെൺകുട്ടി എന്ന് പറയാൻ കഴിയില്ല, ഒരു 27, 28, 29 വയസ്സുള്ള ഒരു യുവതി എന്ന് വേണം പറയാൻ. അവളുടെ പ്രശ്നം മറ്റൊന്നുമായിരുന്നില്ല. അവൾക്ക് വളരെ തീവ്രമായ ഒരു പ്രണയമുണ്ടായിരുന്നു. 4-4.5 വർഷക്കാലത്തോളം വളരെ അഗാധമായി അവർ പ്രണയിച്ചു. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ കാമുകൻ, അവൾ അഗാധമായി പ്രണയിച്ച അവളുടെ കാമുകൻ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ബ്രേക്കപ്പായി, വേറെ അവളോട് പിരിഞ്ഞ് വേറെ കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. അവൾ കാര്യങ്ങളൊക്കെ എന്നോട് വിശദീകരിച്ച് പറയുന്നതിനിടയിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല സാർ എന്നുള്ളതായിരുന്നു. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയായി, അവൻ പക്ഷേ സുഖമായി ജീവിക്കുന്നു എന്നതായിരുന്നു അവളുടെ വിഷമം. പക്ഷെ അവൾ ഇപ്പോഴും ആ പഴയ വളവിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ ഒരു പ്രത്യേക സന്തോഷം, തിളക്കം ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതെന്താണെന്നല്ലേ? അത് മറ്റൊന്നുമായിരുന്നില്ല, അവളുടെ കാമുകൻ വളരെ സന്തോഷത്തോടെ വേറെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഇതുവരെ സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. കണ്ടോ, അത് എന്നോട് അവൻ ഈ ചതി ചെയ്തതുകൊണ്ടാണ് എന്ന് അവൾ പറയുമ്പോൾ അവളുടെ കണ്ണിലുണ്ടായ ഒരു പ്രത്യേക തിളക്കം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് ഒരർത്ഥത്തിൽ ഒരേപോലെ എന്നെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഓർത്തിട്ട് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം നൈക്ക് ട്രെൻഡന്റെ ബുക്ക് വായിച്ച അനുഭവത്തിൽ ഞാൻ അവളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു: നീ ആരെയാണോ ഇപ്പോഴും നിന്റെ ജീവിതം സ്വയം ഹോമിച്ച് മനസ്സിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്, ആ ആൾ അല്ലെങ്കിൽ ആ സംഭവം നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥമായി മാത്രമായി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ കഥയിൽ നീ ഇനിയില്ല. ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നുകിൽ ഇനി നിനക്ക് വേണമെങ്കിൽ സ്വന്തമായി ഒരു കഥ തുടങ്ങാം, അല്ലെങ്കിൽ വീണ്ടും നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു റോളും ഇല്ലാത്ത ആ കഥയിൽ ജീവിക്കാം. പക്ഷേ ആ കഥ വെറും കഥ മാത്രമായിരിക്കും എന്ന് ഓർമ്മിച്ചു കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ പഴയ നിഴലുകളോട് നിങ്ങൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ വരികൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളിൽ പലരും കഴിഞ്ഞുപോയ ബന്ധങ്ങളെയും സംഭവങ്ങളെയും വിഷമങ്ങളെയും തെറ്റുകളെയും മറക്കാനോ പൊറുക്കാനോ കഴിയാതെ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് ഒരു തടവറയാണ്. എന്നാൽ ആ തടവറയുടെ താക്കോലോ ക്ഷമ എന്നതുമാണ്, ക്ഷമിച്ചു കൊടുക്കുക എന്നതുമാണ്, വിട്ടുകൊടുക്കുക എന്നതുമാണ്. ക്ഷമ എന്നത് മറ്റുള്ളവരോട് മാത്രമല്ല കേട്ടോ, സ്വയം ക്ഷമിക്കാനും പഠിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സ്വന്തം നിസ്സഹായാവസ്ഥയോടോ നിഷ്കളങ്കതയോടോ സ്വയം എടുത്ത ചില തീരുമാനങ്ങളോടോ ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും സ്വയം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സ്വയം വിട്ടുകൊടുക്കൽ അഥവാ ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന തത്വത്തിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കണം, വിട്ടുകൊടുക്കൽ എന്നാൽ മറക്കൽ എന്ന് മാത്രമല്ല കേട്ടോ, അംഗീകരിക്കൽ കൂടിയാണ്. സംഭവിച്ചു പോയത് അല്ലെങ്കിൽ നടന്നത് എന്തു തന്നെ ആയിരുന്നാലും അത് നടക്കേണ്ടതായിരുന്നു എന്ന് സ്വയം അംഗീകരിക്കുക. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അല്ലേ? ആരും പൂർണ്ണരല്ലെന്നും മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും എന്ന് ആദ്യം അംഗീകരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളുടെ മാത്രം നിയന്ത്രണത്തിലുള്ളതല്ലെന്നും അങ്ങനെ ആവേണ്ടതില്ല എന്നും കൂടി അംഗീകരിക്കുക. ഈ വിട്ടുകളയൽ എന്ന് പറയുന്നത് ഒരു സംഭവമല്ല, മറിച്ച് അതൊരു പ്രക്രിയയാണ്.
എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ സ്വയം പറയുന്ന ഒരു പ്രക്രിയ, വെളിച്ചമില്ലാത്ത, ഉപകാരമില്ലാത്ത ആ പഴയ കാലങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയ. എന്നുവെച്ച് വിട്ടുകളയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നതേയില്ല. അങ്ങനെ അല്ലതാനും. ചിലപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ആ വേദന അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞതാവാം എന്നതുകൊണ്ട് തന്നെ അത് ഇല്ലാത്തപ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു ശൂന്യത അനുഭവപ്പെടാം. അതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും ഏതൊരു മുറിവുണക്കലിൻ്റെയും തുടക്കം വിട്ടുകളയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ഉണങ്ങാത്ത ആ മുറിവിനെ നമ്മൾ തഴുകിക്കൊണ്ടേയിരിക്കും, ആ വല്ലാത്ത നീറ്റലുകൾ സഹിച്ചുകൊണ്ട് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്ന് വെച്ചാൽ, വിട്ടുകളയൽ എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കൽ കൂടിയാണ് എന്നുള്ളതാണ്. ഇനിയും ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും എന്നെ ഓരോ തവണയും കരയിക്കുന്ന ആ സിനിമ എൻ്റെ മനസ്സിൽ ഇനിയും ഓടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. എനിക്കിനി ഒരു റോളുമില്ലാത്ത ആ കഥ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് സ്വയം പറയുകയും തീരുമാനിക്കുകയും ചെയ്യലാണ് വിട്ടുകളയൽ എന്നത് പറയുന്നത്. നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകളാണല്ലോ എല്ലാറ്റിനും അടിസ്ഥാനം. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, നമ്മളിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും സത്യമായിക്കൊള്ളണമെന്നേയില്ല, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതേയല്ല. അവയൊക്കെ നമ്മളിലുണ്ടായ ചില അനുഭവങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് വളരെ ഉറക്കത്തിൽ ഞാൻ മോശമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമാവുമോ? ഇല്ല എന്നുള്ളതല്ലേ വസ്തുത. പക്ഷെ നിങ്ങൾ അങ്ങനെ ഉറക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉറക്കെയുള്ള ആ ശബ്ദം ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിക്കും. അങ്ങനെ ആ ശബ്ദം നമ്മളിലേക്ക് തിരികെ വരും എന്ന് മാത്രമാണ്. അത് വെറും പ്രതിധ്വനികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അതൊരിക്കലും സത്യമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഒരു വൈകാരികമായ മുദ്ര പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പം മോശം അനുഭവങ്ങളായാലും നല്ല അനുഭവങ്ങളായാലും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മളുടെ ഉള്ളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ ആ മനോഹരമായ അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്കിൽ മാത്രം ഉടക്കി നിൽക്കുന്നത്? കാരണം നമ്മളുടെ തലച്ചോറിന് ഉറപ്പ് വേണം, സുരക്ഷിതത്വം വേണം എന്നുള്ളതാണ്. എല്ലാറ്റിലുമുപരി നിയന്ത്രണം വേണം. ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ചാൽ അത് ശരിയാക്കാമെന്നോ ഭാവിയിൽ അത് വരുന്നത് തടയാമെന്നോ നമ്മളുടെ തലച്ചോറ് കരുതുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യങ്ങളും ഒരിക്കലും പൂർണ്ണമായി നമ്മളുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കൂടുതൽ ചിന്തിച്ചാൽ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ളത് നമ്മളുടെ തലച്ചോറിന്റെ ഒരു വെറും മിഥ്യാധാരണ മാത്രമാണ്. സത്യത്തിൽ ആ ചിന്തയാണ് നമ്മളെ എല്ലാറ്റിൽ നിന്നും പുറകോട്ട് വലിച്ച് നമ്മളെ തകർക്കുന്നത്. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിനെയെല്ലാം ഉപേക്ഷിച്ച്, പൊട്ടിച്ചെറിയേണ്ടതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് യാതൊരു റോളുമില്ലാത്ത ഒരു നാടകത്തിൽ നാം തുടരേണ്ട യാതൊരു കാര്യവുമില്ല. അതിൽ തൂങ്ങി നിൽക്കേണ്ടതുമില്ല. ശരിയല്ലേ? നമ്മൾ പുതിയ കഥ എഴുതി മുന്നേറുക എന്നുള്ളതാണ് വേണ്ടത്. ഇത്തരത്തിൽ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ എന്തു തന്നെയായാലും അത് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.